അമൽ തേനംപറമ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. അമൽ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അമൽ കേൾക്കുന്നുണ്ടോ? നമുക്ക് ഈ കപ്പൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കാണാൻ കഴിയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ആഴിമല ക്ഷേത്രത്തിൻ്റെ താഴെവശത്ത്. അവിടെ നിന്നാൽ ഈ കപ്പൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ ആദ്യം പതിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഷെൻഹുവായി കപ്പൽ ഇവിടേക്ക് എത്തിയ സമയത്ത് ഇവിടെയായിരുന്നു ആദ്യ ദൃശ്യം ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്ത് കപ്പൽ അടുക്കുന്ന ആ പ്രദേശം വിദൂരതയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനു മുന്നിലൂടെയാകും ഈ കപ്പൽ ആ തീരത്തേക്ക് അടുക്കുക. അത് എപ്പോൾ എത്തും എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ്. പ്രശാന്ത് പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ ഇനിയിപ്പോൾ ആ വരവ് അധികം വൈകില്ല എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. ആഴിമല ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ക്ഷേത്രം ട്രസ്റ്റ് കപ്പലിന് സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേക പൂജകളും മറ്റുമൊക്കെ നടക്കും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അത്തരം പരിപാടികളും നടക്കും. കടലിൽ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കടലിൽ നിരവധി ബോട്ടുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തൊട്ടടുത്ത് കാണുന്ന പ്രദേശത്തുകൂടി ആയിരിക്കില്ല ആ കപ്പൽ വരിക. ഇതിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പ്രദേശമുണ്ട്. അവിടേക്ക് പ്രത്യേക കപ്പൽ ചാലുണ്ട്. ആ ചാലിലൂടെ കടന്ന് ഈ തീരത്തേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ കപ്പൽ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷത്തിൻ്റെ നിമിഷം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ഒരു മേഖലയുടെ വികസന സാധ്യത അനന്തമായി വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പിലേക്കാണ് വിഴിഞ്ഞം തുറമുഖം പോകുന്നത്. തുറമുഖത്ത് വളരെ നാളുകൾ നീണ്ട കാത്തിരിപ്പാണ്. ഒരുപക്ഷെ ആയി രാജാക്കന്മാരുടെയും ചോള രാജാക്കന്മാരുടെയും ഒക്കെ കാലത്തുണ്ടായ ഒരു തുറമുഖമാണെങ്കിൽ പോലും അതിൻ്റെ വികസന സാധ്യത ഇത്രത്തോളം വളർന്ന് പടർന്ന് പന്തലിക്കാൻ ഇത്രയും കാലം എടുത്തു എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ കൂടി ഇപ്പോൾ നാട്ടുകാരും ഒരുപോലെ കാത്തിരിക്കുകയാണ് ആദ്യ കപ്പലെത്താൻ. സന്ധ്യ. അമൽ, ഈ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുമ്പോൾ കപ്പൽ കയറി വരുന്ന വികസന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളവും വികസനത്തിൻ്റെ അനന്ത സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലും വലിയ തോതിൽ ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടേക്ക് വന്നിറങ്ങുന്നത് ഇതൊരു മദർ പോർട്ടായാണ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മദർ പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും റോഡ് മാർഗമോ അല്ലെങ്കിൽ റെയിൽ മാർഗമോ ഉള്ള ചരക്ക് ഗതാഗതത്തൊക്കെ കൂടുതൽ കടൽ വഴി തന്നെ ഗതാഗതം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ കപ്പലുകൾ ഇവിടേക്ക് എത്തി ഇവിടെ നിന്നും പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി വെക്കും. അതിനുള്ള സംവിധാനം മുഴുവനുണ്ട്. വലിയ പോർട്ട്, അതായത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായ ആഴമുള്ള ഒരു തുറമുഖമാണ്. അതിനാൽ തന്നെ വലിയ കപ്പലുകൾക്ക് പോലും തീരത്തോട് അടുക്കാൻ കഴിയും. അത്രയും ആഴം ഇവിടെയുണ്ട്. അതിനാൽ തന്നെ അതിവിടെ ചേർത്ത് ഇവിടെ കണ്ടെയ്നറുകൾ ഇറക്കി ആ കണ്ടെയ്നറുകൾ റോഡ് മാർഗവും റെയിൽ മാർഗവും ഈ കപ്പൽ മാർഗവും തന്നെ ഇവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള മറ്റ് സമീപത്തെ പോർട്ടുകളുണ്ട്. ചെന്നൈ പോർട്ട്, അതോടൊപ്പം തന്നെ മുംബൈയിലെ പോർട്ട് അടക്കമുള്ള കൊച്ചിയിലെ തീരമടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്നും കപ്പൽ മാർഗം തന്നെ കൂടുതൽ ചരക്ക് ഗതാഗതം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, റോഡ് മാർഗവും തമിഴ്നാട്ടിലേക്ക് അടക്കം അല്ലെങ്കിൽ ഇവിടെ നിന്നും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് അടക്കമുള്ള ഗതാഗതം റോഡ് മാർഗവും ഉണ്ടാകും. ഇവിടെ ഈ പറയുന്ന കണ്ടെയ്നറുകൾ വരുന്ന സമയത്ത് അത് സംഭരിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഒരുങ്ങി വരുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ ഏത് തരത്തിൽ അതിൻ്റെ വികസനങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാടടക്കം അതിൻ്റെ സാധ്യതകൾ തേടുകയാണ്. നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വികസന സാധ്യത അവർക്കുണ്ടാകുമെന്ന കാര്യം തമിഴ്നാട് പോലും തേടുന്നു. അത്ര വലിയ സാധ്യതയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ നമുക്ക് തുറന്നു കിട്ടുന്നത്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഈ നിലവിലത്തെ ഒരു അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വികസന സാധ്യതയുള്ള തുറന്നു കിട്ടുന്ന ഒരു പോർട്ട് എന്നുള്ളത് എന്തായാലും വികസനത്തിന്റെ വലിയൊരു വാതിലാണ് കേരളത്തിന്റെ മുന്നിൽ വിഴിഞ്ഞത്തിലൂടെ തുറന്നു കിട്ടുന്നത്.